ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെതിരെയും കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെയും വയനാട്ടിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഉജ്ജ്വല പ്രതിഷേധവുമായി മനുഷ്യച്ചങ്ങല. ദുരന്ത മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നേരിട്ടെത്തി സഹായ വാഗ്ദാനം നൽകിയ നൈസമോൾ ഉൾപ്പെടെ സമരത്തിനെത്തി. വീടുകളിലേക്ക് തിരിച്ചു പോകുന്നവർക്ക് കേരള സർക്കാർ നടത്തിയ പ്രവർത്തനം മാതൃകാപരമാണ്. ശക്തമായ മഴയിലും സമരാവേശത്തിൽ പ്രവർത്തകർ കണ്ണികളായി ചേർന്നപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ അതിശക്ത താക്കീതായി മാറി മനുഷ്യച്ചങ്ങല. മേപ്പാടി ടൗണിൽ 3 കിലോമീറ്ററോളം മോദി ഞങ്ങളും മനുഷ്യരാണെന്നുറക്കെ വിളിച്ചു പറഞ്ഞ് സമരയുവത്വം. എന്തിന് ദുരന്തമേറ്റുവാങ്ങിയ ഞങ്ങളെ ക്രൂരമായി അവഗണിക്കുന്നു എന്നതായിരുന്നു സമരത്തിനെത്തിയവർ ചോദിച്ചത്. പ്രതീക്ഷകൾ നഷ്ടമാവാതിരിക്കാനാണ് ഈ സമരമെന്നും അവർ പറഞ്ഞു. നമ്മുടെ വീട് സ്കൂൾ റോഡിലാണ്. അപ്പോൾ നമ്മൾ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി 4 മാസം കഴിഞ്ഞിട്ടും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഒരു സഹായവും ഇതുവരെ നമുക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളൊക്കെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ പുനരധിവാസവും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ആയിട്ടൊരു സഹായവും കാര്യങ്ങളൊന്നും ലഭിക്കാത്തതിൽ പ്രതിഷേധം ഇറങ്ങാണ്ട് ഇപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ദുരന്തബാധിതരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെ ഇങ്ങനെ പ്രതിഷേധത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. നമ്മൾക്കൊക്കെ ചെയ്തു തരേണ്ടതാണ് കേന്ദ്ര സർക്കാരായാലും. നമുക്ക് നമ്മളെ ആവശ്യങ്ങളൊക്കെ ഇത്രയും വലിയൊരു ഇത് നടന്നിട്ട് നമ്മളൊന്നും സമരം ചെയ്യാണ്ട് തന്നെ ചെയ്തു തരേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെത്തി നേരിട്ട് കണ്ട നൈസമോളും കുടുംബത്തിനൊപ്പം സമരത്തിനെത്തിയിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് നൈസമോളുമായാണ് സമര പ്രതിജ്ഞ ചൊല്ലിയത്. കേന്ദ്ര അവഗണന അവസാനിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വി.കെ. സനോജ് പറഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മാതൃക സൃഷ്ടിക്കുന്ന ഉത്തരവാദിത്വത്തോടെ സംസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര അവഗണന രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയാണെന്നും സനോജ് പറഞ്ഞു. നൈസമോൾക്കുൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടി വരികയാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഈ മഴയത്ത് ഇങ്ങനെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ, സ്വന്തം കുടുംബത്തിലെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെ എന്തിനാണ് ഈ മഴയത്ത് നിർത്തുന്നത് എന്നൊരു ചോദ്യം, ഈ റോഡിലിറക്കി എന്തിന് സമരം ചെയ്യിക്കുന്നു എന്നൊരു ചോദ്യമാണ് കേരളം ഇന്ന് ഉയർന്നത്. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിൻ്റെ ഭാഗമായി പരിക്ക് പറ്റുകയും ഉറ്റവരെയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയണം കേന്ദ്ര ഗവൺമെൻറ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ നികുതിപ്പണം കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അർഹതപ്പെട്ടതാണ്. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്തിന്റെ ഭരണഘടനാ തത്വമനുസരിച്ച് സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. അത് ശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ ഉന്നയിക്കും. പിന്നീട് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ്, ജില്ലാ സെക്രട്ടറി കെ. റഫീഖ്, കെ.എം. ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. CPIM ജില്ലാ സെക്രട്ടറി പി. ഗഗാറിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C.K. ശശീന്ദ്രൻ, മറ്റ് വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം സമീപനത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് നാടിന്റെ പ്രതിഷേധം അറിയിക്കുന്നു. കൈരളി ന്യൂസ്, വയനാട്.